ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റൂബീസ് കിച്ചൺ. ഇന്നത്തെ നമ്മുടെ റെസിപ്പി ഒരു കിടിലൻ സോയ റോസ്റ്റ് ആണ്. ബീഫ് റോസ്റ്റ് പോലെ ഒരു സോയ റോസ്റ്റ്. ബീഫ് റോസ്റ്റ് കഴിക്കുമ്പോൾ കിട്ടുന്ന അതേ സ്വാദ് നമുക്ക് സോയ ചങ്ക്സിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഒരിക്കൽ കഴിച്ചാൽ ഇത് വീണ്ടും വീണ്ടും ഉണ്ടാക്കി കഴിക്കാൻ തോന്നും. അത്രയ്ക്ക് സൂപ്പർ ടേസ്റ്റ് ആണ് ഇതിന്. ബീഫ് ഇഷ്ടമല്ലാത്തവർക്കും വെജിറ്റേറിയൻസിനുമൊക്കെ ഈ രീതിയിൽ സോയ റോസ്റ്റ് തയ്യാറാക്കി കഴിക്കാവുന്നതാണ്. സോയ റോസ്റ്റിന്റെ റെസിപ്പിയിലേക്ക് പോകുന്നതിന് മുമ്പേ എപ്പോഴും പറയാറുള്ളത് പോലെ നമ്മുടെ വീഡിയോസ് ആദ്യമായി കാണുന്നവരും അതുപോലെ തന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അതുപോലെ ബെൽ ബട്ടൺ പ്രസ് ചെയ്യാനും മറന്നു പോകരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമന്റ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്കിനി പോകാം വീഡിയോയിലേക്ക്. സോയ റോസ്റ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. സോയ ചങ്ക്സ് 100 ഗ്രാം, സവാള 2 വലുത് ചെറുതായി കട്ട് ചെയ്തത്, പച്ചമുളക് 2 സ്ലൈസ് ചെയ്തെടുത്തത്, ഇഞ്ചി 1 കഷ്ണം ചതച്ചത്, വെളുത്തുള്ളി ഒരു 10-15 അല്ലി ഞാൻ എടുത്തിട്ടുണ്ട്, അത് ഇതുപോലെ ചതച്ചെടുത്തത്, ടൊമാറ്റോ 2 കട്ട് ചെയ്തത്. സോയ ചങ്ക്സിനെ ആദ്യം ഒന്ന് കഴുകി എടുത്തുകൊണ്ട് വരാം. അത് ഇതിലുള്ള പൊടിയും അഴുക്കും ഒക്കെ ഒന്ന് കളയുന്നതിന് വേണ്ടിയാണ് നമ്മൾ കഴുകുന്നത്. ഇനി അതിനുശേഷം ഇതിനെ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിനായി ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്ത ശേഷം അതിലേക്ക് സോയ ചങ്ക്സ് ഇട്ട് ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വേവിച്ചെടുക്കാം. ഒന്ന് തിളച്ചാൽ മതിയാകും. അതൊന്ന് ഇപ്പോൾ നന്നായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി അതിൻ്റെ വെള്ളമെല്ലാം കളഞ്ഞൊന്ന് ഡ്രെയിൻ ചെയ്ത് എടുത്തുകൊണ്ട് വരാം. അടുത്തതായി ഒരു പാൻ എടുത്ത് അടുപ്പത്ത് വെച്ച് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ കറുകപ്പട്ട, പെരിഞ്ജീരകം, ബേ ലീഫ് എന്നിവ ഇട്ട് കൊടുത്ത ശേഷം അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കാം. അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. സവാള പെട്ടെന്ന് വഴണ്ട് കിട്ടാനാണ് നമ്മൾ ഉപ്പ് ഇതിനോടൊപ്പം ചേർക്കുന്നത്. ഇപ്പോൾ സവാള ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചതച്ച ഇഞ്ചി, വെളുത്തുള്ളി, അരിഞ്ഞു വെച്ച പച്ചമുളക് എന്നിവ ചേർത്ത് നല്ല ബ്രൗൺ നിറം ആകുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കാം. ഇപ്പോൾ നന്നായി വഴണ്ട് നല്ല ഇളം ബ്രൗൺ നിറമൊക്കെ ആയി വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ടൊമാറ്റോ അരിഞ്ഞത് ചേർത്ത് ഒന്ന് ഉടഞ്ഞു വരുന്നത് വരെ നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ടൊമാറ്റോ എല്ലാം നന്നായി മിക്സായി വന്നിട്ടുണ്ട്. ഇനി മസാലകൾ ഓരോന്നോരോന്നായി നമുക്ക് ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എന്നിവ ചേർത്ത് പച്ചമണം മാറി വരുന്നത് വരെ ഇളക്കി കൊടുക്കാം. ഇപ്പോൾ പച്ചമണമെല്ലാം മാറി നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു ടൊമാറ്റോ എടുത്ത് മിക്സിയിലടിച്ച് ഒന്ന് ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ പേര് ഓപ്ഷനിലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതിയാകും. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഒരു എണ്ണ തെളിഞ്ഞു വരുന്ന സമയം വരെ നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം. എണ്ണ തെളിയുന്ന സമയമാകുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സോയ ചങ്ക്സ് ഇട്ട് നന്നായി യോജിപ്പിച്ചെടുക്കാം. മസാലകളെല്ലാം ഇതിലേക്ക് നന്നായി പിടിക്കുന്നത് വരെ ഇളക്കി കൊടുത്ത ശേഷം ആവശ്യത്തിന് വെള്ളവും ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം കൂടി ഉപ്പും ചേർത്ത് കൊടുക്കണം. ആദ്യം നമ്മൾ സവാള വഴറ്റിയ സമയത്ത് കുറച്ച് ഉപ്പാണ് ചേർത്തത്. അപ്പോൾ ഉപ്പ് അധികം കാണില്ല. അതുകൊണ്ട് നോക്കിയതിന് ശേഷം കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യാവുന്നതാണ്. ഒരു 2 മിനിറ്റ് കഴിയുമ്പോൾ കറി നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട്. ഈ സമയം 1 ടേബിൾ സ്പൂൺ ഗരം മസാലപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇപ്പോൾ ചാറൊക്കെ കുറുകി നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് ഒരു പിടി മല്ലിയില ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മല്ലിയിലയും ഓപ്ഷനിലാണ്. എനിക്ക് മല്ലിയിലയുടെ ഫ്ലേവർ വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ മല്ലിയില ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് മല്ലിയില ഇഷ്ടമില്ലെങ്കിൽ ചേർക്കേണ്ട, ഇഷ്ടമുണ്ടെങ്കിൽ ചേർക്കാം. അത് ചേർത്ത് കഴിയുമ്പോൾ ഒന്ന് ടേസ്റ്റും ഒരു ഫ്ലേവറും ഒക്കെ ഉണ്ടാവും. അതുകൊണ്ടാണ് ഞാനത് ചേർത്തത്. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റിലുള്ള സോയ റോസ്റ്റ് റെഡിയായി കഴിഞ്ഞു. ഇനി അതിനെ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണത്തോടൊപ്പം, അതായത് പൂരിയോ ചപ്പാത്തിയോ ചോറോ ഫ്രൈഡ് റൈസോ എന്നിങ്ങനെ എന്തിനൊപ്പവും നല്ല കോമ്പിനേഷനാണ്. നമ്മുടെ സോയ റോസ്റ്റ് നോൺ വെജ് കഴിക്കുന്ന അതേ ടേസ്റ്റിൽ തയ്യാറാക്കിയെടുക്കാവുന്നതാണ്. വളരെ എളുപ്പം ചെയ്തെടുക്കാവുന്ന ഒരു അടിപൊളി കറി കൂടിയാണ് നമ്മുടെ സോയ റോസ്റ്റ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് കരുതുന്നു. നിങ്ങളും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് രൂപത്തിൽ അറിയിക്കുകയും വേണം. കൂടെ തന്നെ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് എന്നിവ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.